ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലന അധ്യാപകരുടെ പരീക്ഷയ്ക്കായിട്ട് ഈ വർഷം നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണല്ലോ. ഇതിനോടകം തന്നെ നമ്മൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജനുവരി മാസം പെരുന്നാളുകളിലെ തിരക്കുകളാണ് എങ്കിലും പഠനത്തിൽ നിന്ന് ആരും വ്യതിചലിച്ചു പോകരുത് കേട്ടോ. ക്രിസ്തീയ രഹസ്യത്തിന്റെ ആഘോഷത്തെ കുറിച്ചുള്ള പഠനഭാഗമാണ് നമുക്ക് പ്രധാനമായി ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പെസഹ രഹസ്യത്തിന്റെ കൗദാശിക ആഘോഷം എന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായി 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ സഹായിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി, ആരാണ് ആഘോഷിക്കുന്നത്? രണ്ടാമത്തേത്, എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത്? മൂന്നാമത്, എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത്? നാലാമത്തേത്, എവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത്? ഇതിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത്. ഒന്നാമത്തേത്, ആരാണ് ആഘോഷിക്കുന്നത്? ആരാണ് ആഘോഷിക്കുന്നത് എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായി നമുക്കറിയാം. ആരാധന സമ്പൂർണമായും ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. സമ്പൂർണമായും ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആരാധന സമൂഹം ഇതിൽ വരുന്നു. ഒന്നാമത്തേത് സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ, രണ്ടാമത്തേത് കൗദാശിക ആരാധന ആഘോഷിക്കുന്നവർ. സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ വെളിപാടിന്റെ പുസ്തകം നമുക്ക് എടുക്കേണ്ടിയിരിക്കും. അതിൽ പറയപ്പെടുന്നു, സ്വർഗത്തിൽ ഒരു സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ ദൈവത്തിന് ചുറ്റും ഉള്ള മാലാഖമാരും സ്വർഗീയ സമൂഹവും. ആ സ്വർഗീയ സമൂഹത്തിന്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ കൂദാശകളുടെ ആഘോഷത്തെ, പെസഹ രഹസ്യത്തിന്റെ ആഘോഷത്തെ സഭാമാതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. കൂദാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത്. രണ്ടാമതായി, കൗദാശിക ആരാധന ആഘോഷിക്കുന്നവർ. കൗദാശിക ആരാധന ആഘോഷിക്കുന്നവർ എന്ന് പറയുമ്പോൾ ശിരസായ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് നിൽക്കുന്ന, മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവരായ നാം എല്ലാവരും, അതായത് സഭാ സമൂഹം മുഴുവൻ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം. ഇതിൽ തന്നെ പ്രധാനമായും ക്രിസ്തുവിന്റെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച നാം എല്ലാവരും ഒരുമിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. രഹസ്യമായിട്ടല്ല, മറിച്ച് പരസ്യമായി ആഘോഷിക്കാനാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ സഭാ മക്കൾക്കും ഒരേ ധർമ്മമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികർ അവിടെ ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതീക ചിത്രങ്ങളായിട്ടാണ് സഭ അവരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികരോടൊപ്പം ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനായി മെത്രാന്മാർ ചിലരെ മാറ്റി നിർത്തിയിരിക്കുന്നു. അവരാണ് വായനക്കാർ, വ്യാഖ്യാതാക്കൾ, ഗായക സംഘത്തിലെ അംഗങ്ങൾ, സഹായികൾ എന്നിവർ. ഇവരും ഈ ആരാധന ധർമ്മം നിർവഹിക്കുന്നു. അങ്ങനെ കൂദാശകളുടെ ആഘോഷം സമൂഹം മുഴുവനും പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട് ആഘോഷിക്കുന്നു. എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അടയാളങ്ങളും പ്രതീകങ്ങളും എന്നതാണ് അതിൽ തന്നെ വരുന്ന ഒരു ഭാഗം. കൗദാശികമായ ആഘോഷം അടയാളങ്ങൾ കൊണ്ടും പ്രതീകങ്ങൾ കൊണ്ടും നെയ്യപ്പെട്ടതാണ് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ 4 പ്രധാനപ്പെട്ട അടയാളങ്ങളെ കുറിച്ച് പറയപ്പെടുന്നു. ഒന്നാമതായി, മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ. മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ നാം മനുഷ്യരെ പരസ്പരം സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ആംഗ്യങ്ങളായിരിക്കാം, വാക്കുകളായിരിക്കാം, ചില പ്രവൃത്തികളായിരിക്കാം. ഇതുപോലുള്ള ചില മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ നമ്മുടെ കൂദാശകളുടെ ആഘോഷത്തിൽ ഉപയോഗിക്കുന്നതായി സഭ നമ്മെ പഠിപ്പിക്കുന്നു. കഴുകലും പൂശലും, അപ്പം മുറിക്കൽ, പെസഹ രഹസ്യം അല്ലെങ്കിൽ പാനപാത്രം പങ്കുവയ്ക്കൽ, ഇതെല്ലാമാണ് അതിന് ഉദാഹരണങ്ങളായി പറയപ്പെടുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ഉടമ്പടിയുടെ അടയാളങ്ങൾ എന്നാണ്. ഉടമ്പടിയുടെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാല സമൂഹത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ തുടർച്ചയായി വരുന്ന ചില അടയാളങ്ങളാണ്. ഉദാഹരണത്തിന് രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും കൈവെപ്പ്, തൈലാഭിഷേകം, സമർപ്പണം, ബലികൾ, അതിലെല്ലാം ഉപരിയായി പെസഹായുടെ ആഘോഷം. ഇതെല്ലാമാണ് ഉടമ്പടിയുടെ അടയാളങ്ങളായി സഭ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ക്രിസ്തുവിനാൽ
സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ. ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തില് പലതരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്ക് അത് ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കും. അപ്പൊ ക്രിസ്തു തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ ക്രിസ്തു രോഗസൗഖ്യം നൽകിയിട്ടുള്ളത് തുപ്പലം കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടിക്കൊണ്ടാണ്. അതൊരു അടയാളമാണ്. എല്ലാ കാലഘട്ടത്തിലും ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ അടയാളങ്ങളും പ്രതീകങ്ങളും അല്ല. അതുകൊണ്ടാണ് ഇതില് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ എന്നൊരു ഭാഗം ഉൾച്ചേർത്തിരിക്കുന്നത്. 4-ാമത്തേത് വരുന്നത് കൗദാശിക അടയാളങ്ങളാണ്. കൗദാശിക അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പെന്തക്കോസ്തായ്ക്ക് ശേഷം സഭ കൗദാശിക അടയാളങ്ങളിലൂടെയാണ് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായും ഒരു ആഘോഷം എന്നതിൽ കവിഞ്ഞ് ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൗദാശിക അടയാളങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അടയാളങ്ങളും പ്രതീകങ്ങളും എന്നതിൽ നമ്മൾ പ്രധാനമായും ഇപ്പോൾ 4 അടയാളങ്ങളാണ് കണ്ടത്. ഒന്നാമത് മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ, രണ്ടാമത് ഉടമ്പടിയുടെ അടയാളങ്ങൾ, മൂന്നാമത് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ, 4-ാമത്തേത് കൗദാശിക അടയാളങ്ങൾ. ഇനി നാം കാണാൻ പോകുന്നത് വാക്കുകളും പ്രവൃത്തികളിലൂടെയും എങ്ങനെയാണ് നമ്മൾ കൂദാശകൾ ആഘോഷിക്കുന്നത് എന്നാണ്. വാക്കുകളും പ്രവൃത്തികളും എന്ന് പറയുമ്പോൾ ദൈവവചനമാണ് അവിടെ പ്രധാന ഫോക്കസ് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ആ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൂദാശകളുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വചനഗ്രന്ഥം, അതിന്റെ പാഠസമാഹാരം അല്ലെങ്കിൽ ആ സുവിശേഷങ്ങളുടെ പുസ്തകം, അതുപോലെ തന്നെ വചനപീഠത്തിലെ വചന പ്രഘോഷണം, അല്ലെങ്കിൽ വചനപീഠത്തിൽ വചനം പ്രതിഷ്ഠിക്കപ്പെടുന്നത്, ധൂപിക്കല്, അതിനെ മെഴുകുതിരികൾ വെച്ചിട്ടുള്ള അതിന്റെ പ്രദക്ഷിണം, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇത് കേൾക്കത്തക്ക വിധം, ഗ്രഹിക്കത്തക്ക വിധം നമുക്ക് പ്രഘോഷിക്കണം എന്നതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവവചനത്തിന്റെ പ്രാധാന്യം സഭ നമ്മെ വളരെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നു. 3-ാമതായിട്ടാണ് ഗാനാലാപവും സംഗീതവും. സാർവത്രിക സഭയുടെ സംഗീത പാരമ്പര്യം വിലമതിക്കപ്പെടാനാവാത്ത ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ നമുക്ക് ഈ സമയം കടമെടുക്കാം. പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. 3 സുപ്രധാന മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംഗീതത്തെ അല്ലെങ്കിൽ ഗാനാലാപത്തെ നാം ചേർത്ത് വെക്കുന്നു. ഒന്ന്, ആരാധനാ കർമ്മത്തോട് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ വിശുദ്ധ സംഗീതത്തിന്റെയും വിശുദ്ധ വാക്കുകളുടെയും ഒരു സമ്മിശ്രണമായിട്ട് വേണം ഈ ആരാധനാ ഗീതങ്ങൾ ചിട്ടപ്പെടുത്താനും ഉപയോഗിക്കാനുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ 2 പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന ഉൾച്ചേർത്തിരിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യത്തെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. 4-ാമതായിട്ട് വരുന്നതാണ് തിരുസ്വരൂപങ്ങൾ. തിരുസ്വരൂപങ്ങൾ ആരാധനാ ജീവിതത്തിലെ, ആരാധനാക്രമത്തിലെ പ്രതീക ചിത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ തന്നെ പ്രതീക ചിത്രങ്ങൾ. ആദ്യകാലങ്ങളിൽ ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൽ വിട്ട് ഈ കാലഘട്ടത്തിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ ഒരു പ്രതീക ചിത്രം സ്ഥാപിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ആരാധനാഘോഷങ്ങളിലെ അടയാളങ്ങളിൽ നാം ക്രിസ്തുവിനോടൊപ്പം തന്നെ വിശുദ്ധരുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ചിത്രങ്ങൾ ചേർക്കാറുണ്ട്. അടയാളങ്ങൾ അല്ലെങ്കിൽ തിരുസ്വരൂപങ്ങൾ ചേർക്കാറുണ്ട്. ഇത് തന്നെയും സഭയുടെ അല്ലെങ്കിൽ ആരാധനാക്രമത്തോട് വളരെ ചേർന്നിരിക്കുന്നതാണ്. കാരണം ഇതെല്ലാം പ്രതീക ചിത്രങ്ങളാണ്. ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആഘോഷിക്കേണ്ട പ്രതീക ചിത്രങ്ങൾ. ഇവ യഥാർത്ഥത്തിൽ സാക്ഷികളുടെ വലിയ സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുസ്വരൂപങ്ങളുടെ സ്ഥാനം ഈ ആഘോഷങ്ങളിൽ, ആരാധനാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. 3-ാമത്തെ ചോദ്യമാണ് എപ്പോൾ ആഘോഷിക്കപ്പെടുന്നു എന്ന്. 5 രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നതായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. 1-ാമത്തേത് ആരാധനാ കാലങ്ങൾ. ആരാധനാ കാലങ്ങൾ എന്ന് പറയുമ്പോൾ ആണ്ടുവട്ടത്തെ നിശ്ചിത ദിവസങ്ങളിൽ വിശുദ്ധമായ ഒരു അനുസ്മരണയിൽ തന്റെ ദിവ്യമണവാളന്റെ രക്ഷാകർമ്മം ആഘോഷിക്കണമെന്ന് പരിശുദ്ധ സഭാ മാതാവ് വിശ്വസിക്കുന്നു.
ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന്റെ ദിനമെന്ന് അവൾ വിളിക്കുന്ന ആ ദിവസം ഉത്ഥാനത്തിന്റെ അനുസ്മരണം, ഉത്ഥാന ഞായറാഴ്ച. അതാണ് വളരെ പ്രധാനപ്പെട്ടതായി സഭ നമ്മെ പഠിപ്പിക്കുന്നത്. മോശയുടെ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാ കാലങ്ങളുടെ അനുസ്മരണം, അല്ലെങ്കിൽ പഴയ നിയമത്തില് ഉണ്ടായിരുന്ന ആരാധനകൾ, ആ ആരാധനകളുടെ ഒരു ആഘോഷത്തിന്റെ ഒരു പുനരാവിഷ്കരണമായിട്ടും ഈ ആരാധനാ ആരാധനാ കാലങ്ങളെ നാം കാണുന്നു. പെസഹ കാലം മുതൽ പല തിരുനാളുകളും ആദിമ കാലഘട്ടത്തിൽ ആഘോഷിച്ചിരുന്നു. അതിന്റെ ഒരു പുനരാവിഷ്കരണമായും അത് സഭാമക്കൾ ഓർത്തിരിക്കേണ്ടത്, സഭയുടെ ചരിത്രം മറന്നു പോവാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ആഘോഷങ്ങളുടെ പുനരാവിഷ്കരണമാണ് ഈ ആരാധനാ കാലങ്ങളിലൂടെ നാം ആഘോഷിക്കുന്നത്. രണ്ടാമത്തേത് കർത്താവിന്റെ ദിവസം. കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആദ്യ ദിവസം, രക്ഷയുടെ ദിനം, യേശുവിന്റെ ഉത്ഥാനം, ഞായറാഴ്ച. ഈ ഞായറാഴ്ചയാണ് സഭയുടെ അല്ലെങ്കിൽ തിരുസഭയുടെ ദിനമായിട്ട്, സഭാമക്കളുടെ ദിനമായിട്ട് നാം ആഘോഷിക്കുന്നത്. അന്നേ ദിവസം സഭാമക്കൾ ദൈവവചനം ശ്രവിക്കുവാനും കുർബാനയിൽ പങ്കെടുക്കുവാനും കർത്താവിന്റെ യേശുവിന്റെ പീഡാസഹനം വിശുദ്ധ കുർബാനയിലൂടെ ആഘോഷിക്കാനും പ്രത്യേകം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസികൾ സമ്മേളിക്കേണ്ടതിന്റെ, ഒരുമിച്ച് ആഘോഷിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം സഭ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കർത്താവിന്റെ ദിനം വളരെ പ്രധാനമായും നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തേതാണ് ആരാധനാ വത്സരം. ആരാധനാ വത്സരം എന്ന് പറയുമ്പോൾ ഏക പെസഹ രഹസ്യത്തിന്റെ വിവിധ വശങ്ങളായിട്ടാണ് ഈ ആരാധനാ വത്സരത്തെ ക്രമപ്പെടുത്തുന്നത്. നമുക്കറിയുന്നതുപോലെ മംഗളവാർത്തക്കാലം, പിറവിക്കാലം, ദനഹാകാലം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ആരാധനാ വത്സരത്തെ, ആരാധനാ കാലഘട്ടങ്ങളെയാണ് ആരാധനാ വത്സരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേത് വരുന്നത് ആരാധനാ വത്സരത്തിലെ വിശുദ്ധരുടെ അനുസ്മരണം എന്നതാണ്. ആരാധനാ വത്സരത്തിലെ വിശുദ്ധരുടെ അനുസ്മരണം എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളുകളുടെ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആണ്ടുവട്ടത്തിൽ സഭ ആഘോഷിക്കുന്ന മറ്റു വിശുദ്ധരുടെ തിരുനാളുകൾ. തിരുസ്വരൂപങ്ങളുടെ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവ ഒരു സാക്ഷി സമൂഹത്തിന്റെ ആഘോഷമായിട്ടാണ് നാം ഈ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രതീക ചിത്രങ്ങളായി നിലനിൽക്കുന്ന സാക്ഷ്യ ജീവിതങ്ങളുടെ ഒരു ആഘോഷം. അവസാനമായി യാമപ്രാർത്ഥനകൾ. യാമപ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ശ്ലൈഹിക ആഹ്വാനത്തോട് വിശ്വസ്തത പുലർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്തുന്ന രീതിയിലാണ് യാമപ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദൈവജനത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയായിട്ടാണ് സഭ യാമപ്രാർത്ഥനയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും ചില സമൂഹങ്ങൾ, വൈദികർ, സന്യസ്തർ എന്നിവർ മാത്രമായി യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നാം എല്ലാവരും, മാമോദിസ സ്വീകരിച്ച സഭാമക്കൾ എല്ലാവരും തന്നെ യാമപ്രാർത്ഥനകൾ ചൊല്ലേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ദൈവവചനം ആഴത്തിൽ ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് യാമപ്രാർത്ഥന നാം ഉപയോഗിക്കേണ്ടത്. കാരണം യാമപ്രാർത്ഥനയിലെ ഓരോ പ്രാർത്ഥനകളും സങ്കീർത്തനാലാപനങ്ങളും നമുക്ക് ധ്യാനിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ യാമപ്രാർത്ഥനകൾ ഒരു നിരന്തര പ്രാർത്ഥനയായി മനസ്സിലാക്കി നാം സ്വീകരിക്കേണ്ടതാണ്. കുർബാന ആഘോഷത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ യാമപ്രാർത്ഥനകൾ അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ഇതുവരെ കണ്ട എല്ലാ പാഠഭാഗങ്ങളും ഒന്നുകൂടി ചിന്തിക്കാം. ഇന്നേ ദിവസം 3 ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ എപ്പിസോഡ് ഉപയോഗിച്ചത്. ആദ്യമായി ആരാണ് ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവരും കൗദാശിക ആരാധന ആഘോഷിക്കുന്നവരും എന്ന ഭാഗം മനസ്സിലാക്കി. കൗദാശിക ആരാധന ആഘോഷത്തിൽ സമൂഹം മുഴുവനും ശുശ്രൂഷ പൗരോഹിത്യമുള്ളവരും ഒപ്പം തന്നെ സഹായികളായിട്ടുള്ള ഗായക സംഘം മുതലായവരെയും നാം കണ്ടു. രണ്ടാമത് എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നതാണ് കണ്ടത്. അതിൽ തന്നെ അടയാളങ്ങളും പ്രതീകങ്ങളും. അടയാളങ്ങളും പ്രതീകങ്ങളിൽ നമ്മൾ 4 അടയാളങ്ങൾ കണ്ടു. ഒന്ന് മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ, ഉടമ്പടിയുടെ അടയാളങ്ങൾ, ക്രിസ്തു സ്വീകരിച്ച അടയാളങ്ങൾ, കൗദാശിക അടയാളങ്ങൾ. രണ്ടാമതായി വാക്കുകളും പ്രതീകങ്ങളും. അതിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കി.
മൂന്നാമത് ഗാനാലാപങ്ങളും സംഗീതവും എന്നത് മനസ്സിലാക്കി. നാലാമത്തേത് തിരുസ്വരൂപങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച്. മൂന്നാമത്തെ ചോദ്യമായിരുന്നു എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നത്. ആരാധനാ കാലങ്ങൾ, കർത്താവിന്റെ ദിനം, ആരാധനാ വത്സരം, ആരാധനാ വത്സരത്തിലെ വിശുദ്ധരുടെ സ്മരണകൾ, യാമപ്രാർത്ഥനകൾ എന്നിങ്ങനെ 5 രീതിയിൽ ആരാധനകൾ ആഘോഷിക്കുന്നതായി നാം കണ്ടു. കൂദാശകൾ ആഘോഷിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ പാഠഭാഗങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.